ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഒരു ഫേമിൻ്റെ പ്രൊമോഷൻ മിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ എ പ്രൊമോഷൻ മിക്സ്. ഒരു പ്രൊമോഷൻ മിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്, ഒരു ഘടകമാണ്. അഡ്വർടൈസ്മെൻറ്റ് പോലെ, പബ്ലിക് റിലേഷൻ പോലെ, പബ്ലിസിറ്റി പോലെ ഒക്കെയുള്ള പ്രധാനപ്പെട്ടൊരു എലമെൻ്റാണിത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മാർഗമാണ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് വൺ ഓർ മോർ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ഇൻ എ പർച്ചേസ് സിറ്റുവേഷൻ. പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്, നേരിട്ടുള്ള ആശയവിനിമയമാണ്. ആരൊക്കെ തമ്മിൽ? ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും അതുപോലെ ഒന്നോ അതിലധികമോ വരുന്ന ബയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, ഇവർ തമ്മിലുള്ള ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ വരുന്ന ബയേഴ്സ്, ഇവർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ആശയവിനിമയമാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ത്രൂ പേഴ്സണൽ സെല്ലിംഗ് അറ്റംപ്റ്റ് ടു ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ഇൻ പെർസുവേറ്റ് സിറ്റുവേഷൻ. ഒരു പർച്ചേസ് സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റംപ്റ്റാണ് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ നടക്കുന്നത്. സോ പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് വൺ ഓർ മോർ ബയേഴ്സ്. ഒന്നോ അതിലധികമോ വരുന്ന ബയേഴ്സ്, അതുപോലെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, ഇവർ തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഇത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോൺടാക്റ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് പേഴ്സണലി ആൻഡ് പെർsuading them to buy the product. പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്, അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങുവാൻ താല്പര്യപ്പെടുന്ന ബയേഴ്സ് ഉണ്ടായിരിക്കും, വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവരുണ്ടായിരിക്കും. അവരുമായിട്ട് അവരുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെ എന്ത് ചെയ്യുന്നു? പേഴ്സണലായിട്ട് എന്ത് ചെയ്യുന്നു? നേരിൽ ചെന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ആൻഡ് പെർsuading them to buy the product. മാത്രമല്ല അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബയേഴ്സിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ എന്താണ്? ഒരു പ്രോസ്പെക്റ്റീവ് ബയറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബയേഴ്സിനെ എന്ത് ചെയ്യുന്നു? ഈ ബയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ബയേഴ്സിനെ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രോഡക്റ്റിനെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺവേർട്ട് ഹ്യൂമൻ ഡിസയേഴ്സ് ആൻഡ് നീഡ്സ് ഇൻ ടു വാണ്ട്സ്. പേഴ്സണൽ സെല്ലിങ്ങിലൂടെ നടക്കുന്നത് എന്താണ്? അതിനൊരു എബിലിറ്റി ഉണ്ട്. എന്ത് എബിലിറ്റിയാണ്? ഹ്യൂമൻ വാൺസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസയേഴ്സിനെ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ നീഡ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു? വാൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി കൺവേർട്ട് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ സഹായിക്കുന്നു. ഇൻ ഷോർട്ട്, പേഴ്സണൽ സെല്ലിംഗ് ഇൻവോൾവ്സ് സെല്ലിംഗ് ത്രൂ എ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് ത്രൂ, വിൽപ്പന നടക്കുന്നു എന്തിലൂടെ? പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ആശയവിനിമയ പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു? വിൽപ്പന സാധ്യമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ആശയവിനിമയ പ്രക്രിയയിലൂടെ സെല്ലിംഗ് നടത്തുന്ന, വിൽപ്പന നടത്തുന്ന രീതിയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. നമ്മുടെ വീടുകളിലേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ ഒരുപാട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വരാറുണ്ട്. ഡിക്ഷണറികൾ, വിക്കിപീഡിയകൾ, അതുപോലെ തന്നെ എൻസൈക്ലോപീഡിയകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പാത്രങ്ങൾ, ജാറുകൾ, കണ്ടെയ്നറുകൾ, അല്ലേ, സേവനയുടെ ജാറുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് ഹോം അപ്ലയൻസസുകൾ ഒക്കെ കൊണ്ടുവരുന്ന ഒരുപാട് പേഴ്സണൽ സെല്ലേഴ്സ് ഉണ്ട്, അല്ലേ. നമുക്ക് ദൈനംദിനം നമുക്ക് പരിചയമുള്ള ആളുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങുന്നവരാണ് ഇവർ. സോ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് ഇത്തരത്തിലുള്ള പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ. ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്?
ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെയിൽസ് പേഴ്സൺ ആൻഡ് എ പ്രോസ്പെക്ട് ബയർ. ഒരു ബയറും അതുപോലെ തന്നെ ഒരു സെയിൽസ് പേഴ്സണും ഒരു വിൽപ്പന നടത്തുന്ന വ്യക്തിയും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണ് ഇത്. പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ഒരു സെയിൽസ് പേഴ്സണും അതുപോലെ ഒരു ബയറും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പേഴ്സണലി. വ്യക്തിഗതമായിട്ട് എന്ത് ചെയ്യുന്നു? ഓരോരുത്തർക്കും, ഓരോ കസ്റ്റമർക്കും, ഓരോ ബയർക്കും എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റുകളെ, സേവനങ്ങളെയും വിൽപ്പന നടത്തുന്നതാണ് ഈ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ രീതി. ഇറ്റ് ഈസ് എ മോസ്റ്റ് എഫക്റ്റീവ് ടൂൾ ഓഫ് ഇൻക്രീസിങ് ദി സെയിൽ. വിൽപ്പനയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഈസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് സെല്ലർ ആൻഡ് ദി ബയർ. വിൽപ്പനക്കാരൻ്റെയും വാങ്ങുന്ന വ്യക്തിയുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ലക്ഷ്യം. ഇറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ടെക്നിക്കൽ ഗുഡ്സ്. സാങ്കേതികപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും, ടെക്നിക്കൽ പ്രോഡക്റ്റുകൾസ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ്, എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസ്മെൻറ്റും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതൊരു ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്വർടൈസ്മെൻറ്റിലൂടെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റാണ് ഉണ്ടാകുന്നത്. നേരിട്ടുള്ള ഒരു ബന്ധമല്ല, നേരിട്ടുള്ള ഒരു കോൺടാക്റ്റ് അല്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ കേസിലോ ഇറ്റ് ഈസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ ഇൻറ്ററാക്ഷൻ. വ്യക്തിഗതമായിട്ട് ഓരോ വ്യക്തിയെയും എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. അഡ്വർടൈസിങ്ങിൻ്റെ പ്രത്യേകത ഡയറക്റ്റഡ് ടു മാസ് ഓഡിയൻസ്. ഒരു മാസ് ഓഡിയൻസിനെ, ഒരു ബൾക്ക് ഓഡിയൻസിനെ, ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിളിനെയാണ് എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. പേഴ്സണൽ സെല്ലിങ്ങിലോ ഡയറക്റ്റഡ് അറ്റ് ദി ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയുമാണ് എന്ത് ചെയ്യുന്നത്? പേഴ്സൺ ടു പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അഡ്വർടൈസിങ് ലെസ് എഫക്റ്റീവാണ്. അഡ്വർടൈസിങ് എന്നുള്ളത് എന്താണ്? അത്രത്തോളം എഫക്റ്റീവ് അല്ല, കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. അത് സെയിൽസിലേക്ക് നയിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ കേസിലോ വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയാണ് ഇത് പേഴ്സണൽ സെല്ലിങ്ങിൽ പറയുന്നത്. സോ പേഴ്സണൽ സെല്ലിങ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ബയറും സെല്ലറും തമ്മിൽ. സോ എന്ത് ചെയ്യുന്നു? അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മോർ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അഡ്വർടൈസിങ് എന്ന് പറയുന്ന പുൾ എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. പക്ഷേ പേഴ്സണൽ സെല്ലിങ്ങിൽ ഒരു പുഷ് എഫക്റ്റാണ് വരുന്നത്. അഡ്വർടൈസിങ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. കാരണം കമ്പനി എന്ത് ചെയ്യുന്നു? കസ്റ്റമറിലേക്ക് ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുന്നു? കൺവേ ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ കസ്റ്റമേഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല? ഒരു മെസ്സേജിനെ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിനെ, ഒരു ഇൻഫോർമേഷനെ തിരിച്ചെന്ത് ചെയ്യുന്നില്ല? അഡ്വർടൈസറിലേക്ക് എത്തുന്നില്ല. സോ ഇറ്റ് ഈസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ബട്ട് ഇൻ ദി കേസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ടു വേ കമ്മ്യൂണിക്കേഷനാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആശയവിനിമയം നടത്തുന്നുണ്ട്. ദെൻ സെയിൽസ്മാൻഷിപ്പ് ഈസ് ദ ആർട്ട് ഓഫ് ഹെൽപ്പിംഗ് ടു ബൈ ഇൻ്റലിജൻ്റായ രീതിയിൽ ഉൽപ്പന്നങ്ങളെ വാങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു കലയാണ് ഇത് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളത്. സെയിൽസ്മാൻഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു പെർsuade പീപ്പിൾ ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു സാധനത്തെയോ സേവനത്തെയോ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ബയറെ പെർsuade ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബയറെ പ്രേരിപ്പിക്കുന്നതിനുള്ള കഴിവാണ് ഇത് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളത്. സെയിൽസ്മാൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാധനത്തെയോ സേവനത്തെയോ ഒരു കസ്റ്റമർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുവാനുള്ള, അവരെ പെർsuade ചെയ്യുവാനുള്ള ഒരു കഴിവാണ് ഇത്, എബിലിറ്റിയാണ് ഇത് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് സെയിൽസ്മാൻസ് ഉണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? ലേഡീസിൻ്റെ കേസ് എടുക്കുക. അവർ പ്രോഡക്റ്റ്, ഒരു സാരി അല്ലെങ്കിൽ ചുരിദാറൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ്മാൻമാർ എന്ത് ചെയ്യും? പുതിയ മോഡലുകൾ ഇങ്ങനെ കാണിച്ചു തരും.
സോ എന്ത് ചെയ്യുന്നു, ഈ സെയിൽസ്മാൻ്റെ പ്രത്യേകത എന്താണ്? അവർ കസ്റ്റമറുടെ നീഡ്സിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, അവരെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാക്കുകളിലൂടെയും പ്രൊഡക്റ്റിൻ്റെ മേന്മകൾ പറഞ്ഞുകൊണ്ടും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പർച്ചേസ് ഡിസിഷനിലേക്ക് എന്ത് ചെയ്യും, ഒരു കസ്റ്റമറെ കൊണ്ടെത്തിക്കും. സോ അത്തരത്തിലുള്ള പ്രക്രിയയാണ്, ആ കഴിവാണ് ഇത്, ആ എബിലിറ്റിയാണ് ഇത് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. കസ്റ്റമർ ആവാൻ പോകുന്ന ആളുകളിലേക്കാണ്, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാൻ പോകുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, സെയിൽസ്മാൻഷിപ്പിലൂടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടി ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ട്, എന്താണ് ആവശ്യമെന്ന് ചോദിക്കും, എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കും, അതിനനുസരിച്ച് വേണ്ട നെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഗൈഡൻസും എന്ത് ചെയ്യും, ഡയറക്ഷൻസൊക്കെ എന്ത് ചെയ്യും, ഒരു സെയിൽസ്മാൻ നൽകും. അതിലൂടെ എന്ത് ചെയ്യും, ബയർ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഡിസിഷനിലേക്ക് എത്തിച്ചേരും. സോ ഇത്തരത്തിൽ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ഒരു ബയറെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലേക്ക് നയിക്കുന്ന, അതിനെന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഴിവുള്ള ഒരാളാണെങ്കിൽ അതാണ് സെയിൽസ്മാൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാർക്കാണ് ഉണ്ടാവുക, ഒരു സെയിൽസ്മാനാണ് ഉണ്ടാവുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ്മാൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആർ ഓഫൺ യൂസ്ഡ് സിനോണിമസ്ലി ബട്ട് ദേ ആർ ഡിഫറെൻറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ഒരുപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട്. പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ്മാൻഷിപ്പും ഒരേപോലെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ രണ്ടും എന്താണ്, വ്യത്യാസപ്പെട്ടതാണ്, വ്യത്യസ്തമാണ്. സെയിൽസ്മാൻഷിപ്പ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു ഇൻഡ്യൂസ് പീപ്പിൾ ടു ബൈ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഒരു സാധനത്തെയോ സേവനത്തെയോ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമറെ ഇൻഡ്യൂസ് ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുവാൻ സാധിക്കും. സെയിൽസ്മാൻഷിപ്പ് ഈസ് ബ്രോഡർ ഇൻ സ്കോപ്പ്. സെയിൽസ്മാൻഷിപ്പിന് എന്തുണ്ട്, വളരെ വിശാലമായ സാധ്യതകളാണുള്ളത്. ഇറ്റ് ഈസ് ലൈക്ക് ആൻ ആർട്ട് ഓർ ഡിസിപ്ലിൻ. അതൊരു കലയാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പരിഗണിക്കാറുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ വേ ഓഫ് പ്രാക്ടീസിങ് സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ്മാൻഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വഴി മാത്രമാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. സെയിൽസ്മാൻഷിപ്പ് ഇൻവോൾവ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ടു ബി അണ്ടർടേക്കൺ ടു കൺവേർട്ട് എ മാൻ ഇൻ ടു എ പ്രോസ്പെക്റ്റ് ആൻഡ് ദെൻ പ്രോസ്പെക്റ്റ് ടു എ കസ്റ്റമർ. ഒരു വ്യക്തിയെ ഒരു പ്രോസ്പെക്റ്റ് കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യുക, ആ പ്രോസ്പെക്റ്റ് കസ്റ്റമറെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒറിജിനൽ കസ്റ്റമറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ പ്രവൃത്തികളാണ് സെയിൽസ്മാൻഷിപ്പിലൂടെ നടക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദി പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ദർ ആർ സെവറൽ പ്രോസസ് ഓർ സ്റ്റേജസ് ഇൻക്ലൂഡഡ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രക്രിയകളുണ്ട്, സ്റ്റേജുകളുണ്ട്. Selling is a sequence of steps involved in the conversion of human desires into demand for a product and service. Personal selling process involves the following stages. So, personal selling ന്റെ സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേതാണ് പ്രോസ്പെക്റ്റിംഗ്. It is the work of collecting the names and address of the persons who are likely to buy the firm's product or service. ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന ആളുകളുടെ പേര്, അഡ്രസ്സ് ഇവയെല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രോസ്പെക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളക്ടിങ് ദ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് പ്രോസ്പെക്ടസ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതായത് ഒരു ഉൽപ്പന്നം വാങ്ങുവാൻ സാധ്യതയുള്ള ആളുകളെ ലിസ്റ്റ് ചെയ്യുന്നു. അതാണ് പ്രോസ്പെക്റ്റിംഗ് എന്നുള്ളത്. രണ്ടാമത്തേതാണ് പ്രീ അപ്രോച്ച് എന്നുള്ളത്. പ്രീ അപ്രോച്ച് ഈസ് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽഡ് ഫാക്ട്സ് അബൌട്ട് എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ ടു ഹാവ് എഫക്റ്റീവ് സെയിൽസ് അപ്പീൽ ഓൺ ഹിം ഓർ ഹെർ. പ്രീ അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽസിനെ കുറിച്ച്, ഒരു സ്പെസിഫിക് ബയറെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്പെസിഫിക് കസ്റ്റമർ, ഒരു പ്രത്യേക കസ്റ്റമറെ എടുത്തുകൊണ്ട് അയാളുടെ ഹാബിറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ എസ്റ്റീം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, marital സ്റ്റാറ്റസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. ദെൻ മൂന്നാമത്തേതാണ് അപ്രോച്ച്. അപ്രോച്ച് മീൻസ് ദ മീറ്റിംഗ് ഓഫ് ദി പ്രോസ്പെക്ട് ഇൻ ദി പേഴ്സൺ ബൈ ദി സെയിൽസ്മാൻ.
It is a face-to-face contact with prospect to understand him better. അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നു, ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നു, ഒരു പേഴ്സണെ എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമർ ആവാൻ പോകുന്ന ആളെ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സെയിൽസ്മാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടത്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണ് ഈ പ്രൊഡക്റ്റ് വേണ്ടത്. സോ ഇതൊക്കെ അടങ്ങുന്നതാണെന്ത് ഈ ഘട്ടം എന്നുള്ളത്. നാലാമത്തേതാണ് പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. എ ഗുഡ് സെയിൽസ് പ്രസൻറ്റേഷൻ ഈസ് വൺ ദാറ്റ് നോട്ട് ഓൺലി ഗിവ്സ് ഓൾ ദ ബെനിഫിറ്റ്സ് ദാറ്റ് പ്രോസ്പെക്ട് ഗെറ്റ്സ് ബട്ട് ഓൾസോ പ്രൂവ്സ് ദാറ്റ് to latter that he or she will better off after the product is bought and used. An effective sales presentation demands the salesperson use skills like presentation and explanation. ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, ആ പേഴ്സണെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ് സെയിൽസ്മാൻ. സോ സെയിൽസ്മാൻ മസ്റ്റ് ഹാവ് ദ സ്കിൽ ലൈക്ക് പ്രസൻറ്റേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട്, ഒരു പ്രൊഡക്റ്റിനെ വ്യക്തമായ രീതിയിൽ കസ്റ്റമറിലേക്ക് അവതരിപ്പിക്കുവാനും അതുപോലെ വിശദീകരിച്ചു കൊടുക്കുവാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു സെയിൽസ്മാന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലർക്ക് ഉണ്ടായിരിക്കണം. ഒരു ഗുഡ് സെയിൽസ് പ്രസൻറ്റേഷൻ എന്ത് ചെയ്യണം? സാധ്യമാവണം എന്നുള്ളതാണ്. അഞ്ചാമത്തേതാണ് മാനേജിങ് ഒബ്ജെക്ഷൻസ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഇത്. ഫോർ എവറി ആക്ഷൻ ഓഫ് സെയിൽസ്മാൻ ദർ ഈസ് എ പ്രോ ആക്ഷൻ ഓർ റിയാക്ഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെയിൽസ്മാൻ്റെ ഏതൊരു ആക്ഷനും ഏതൊരു പ്രവൃത്തിക്കും എന്ത് ചെയ്യും? കസ്റ്റമറിൽ നിന്നും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഉള്ള ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മേ ബി അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ. ഒന്നുകിൽ എന്ത് ചെയ്യും? സെയിൽസ്മാൻ്റെ പ്രസൻറ്റേഷനെ അംഗീകരിക്കുന്ന രീതിയായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ പ്രസൻറ്റേഷനെ തള്ളിക്കളയുന്ന രീതിയായിരിക്കും. An efficient salesman has the ability to identify the reasons for rising objections by the prospectus and way to overcome these objections. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത് അയാൾക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഒരു സെയിൽസ്മാൻ ഒരു പ്രോഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ആ സമയത്ത് ഒരുപാട് ഒബ്ജെക്ഷൻ, ഒരുപാട് പരാതികൾ, ഒരുപാട് തിരിച്ചുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. സോ എന്ത് ചെയ്യണം? നല്ലൊരു സെയിൽസ്മാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ലൊരു സെയിൽസ്മാൻ ഈ ഒബ്ജെക്ഷനുകളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓവർകം ചെയ്യേണ്ടതുണ്ട്. ആറാമത്തേതാണ് സെയിൽ. ഇഫ് ഓൾ ദ എബോവ് സ്റ്റേജസ് ഹാവ് ബീൻ കൺക്ലൂഡഡ് സക്സസ്ഫുള്ളി, മുകളിൽ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളും ശരിയായ രീതിയിൽ നടന്നുവെങ്കിൽ then the next stage is to ultimate sale of the product. അന്തിമമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഉൽപ്പന്നത്തെ വിൽപ്പന നടത്തുന്ന ഘട്ടമാണ് ഇത്. Then characteristics of a good salesman. ഒരു നല്ല സെയിൽസ്മാന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് അപ്പിയറൻസ്. അപ്പിയറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, നീറ്റായിട്ടുള്ള ഡ്രസ്സിങ്ങിൽ അല്ലേ, ഒരു ജെൻ്റൽ ലുക്കിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു കസ്റ്റമറെ മുന്നിൽ ഒരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്യേണ്ടത്? അയാൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അയാൾ അപ്പിയർ ചെയ്യേണ്ടത്. സോ അപ്പിയറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സെക്കൻഡ് വൺ സ്പീച്ച്. അയാളുടെ സംസാര രീതി കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള, കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്ന, ഒരു പ്രോഡക്റ്റിനെ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഴിവ്, ഒരു സംസാര രീതി ഉണ്ടായിരിക്കും. തേർഡ് വൺ ലിസണിങ് സ്കില്ല്. കസ്റ്റമേഴ്സ് ക്യാൻ ആസ്ക് സെവറൽ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദി പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യും. ആര്? കസ്റ്റമേഴ്സ്. സോ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിൻ്റെ എല്ലാവിധ വറീസിനും എല്ലാവിധ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യണം? ആര് ലിസൺ ചെയ്യേണ്ടതുണ്ട്? ഈ സെയിൽസ് പേഴ്സൺ കേൾക്കേണ്ടതായിട്ടുണ്ട്. സോ ലിസണിങ് സ്കിൽ ഷുഡ് ബി റിക്വയർഡ്. നല്ല ലിസണിങ് സ്കില്ലുണ്ടായിരിക്കണം. ദെൻ മെച്യൂരിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ നോളജ് റിഗാർഡിംഗ് ദി പ്രോഡക്റ്റ്, നോളജ് റിഗാർഡിംഗ് ദി ഓൾ ദി ആസ്പെക്ട്സ് അബൌട്ട് ദി പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്
ഒരു സെയിൽസ് പേഴ്സണ് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഒരു സെയിൽസ് പേഴ്സൺ ഏത് പ്രോഡക്റ്റാണോ സെയിൽ ചെയ്യുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അതിയായ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം, അയാൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം എന്നതാണ്. അതുപോലെ ഇൻട്രസ്റ്റ്, നല്ല താല്പര്യം ഉണ്ടായിരിക്കണം. അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. പങ്ക്ച്വാലിറ്റി, കൃത്യത ഉണ്ടായിരിക്കണം. അതുപോലെ കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, ക്വാളിറ്റീസാണ് ഒരു നല്ല സെയിൽസ്മാന് ഉണ്ടായിരിക്കേണ്ടത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് സെയിൽസ്മാൻഷിപ്പ്, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് എന്നീ കാര്യങ്ങളാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.